തുടരുന്നു. എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതു ജയനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇന്ന് പുലർച്ചെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ആക്രമിക്കപ്പെട്ട് ചികിത്സയിലുള്ള ജിതിൻ ബോസ് ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയെന്നാണ് പ്രതി ഋതു ജയന്റെ പ്രതികരണം. ഋതുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യങ്ങൾ ഇല്ലെന്ന് ഡിവൈഎസ്പി PS ജയകൃഷ്ണൻ പ്രതികരിച്ചു. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യത്തിലേക്കായിട്ട് കോടതി 5 ദിവസത്തെ കസ്റ്റഡിയാണ് നമുക്ക് തന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രൊസീജിയറുകളെല്ലാം ഈ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നാളെ രാവിലെ കസ്റ്റഡി കാലാവധി കഴിയും. നാളെ രാവിലെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കും. ഇൻവെസ്റ്റിഗേഷൻ വളരെ സ്പീഡായിട്ട് ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 60% അന്വേഷണം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ പുരോഗതി കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശമുണ്ട്. അതനുസരിച്ച് നമ്മൾ 1 മാസത്തിനുള്ളിലെങ്കിലും അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ള ഒരു ടാർഗറ്റുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മോട്ടീവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ അയൽവാസികളായിട്ട് ഒരു 3 വർഷമായിട്ട് അവിടെ വിഷയങ്ങളുണ്ട്. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇരുകക്ഷികളും നേരത്തെ പല സമയത്തും ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ശത്രുതയാണ്. അത് പലതരത്തിൽ ഇങ്ങനെ ഓരോ സമയത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് മനസ്സിലായിട്ടുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അല്ല, അതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഒരു പുറത്തോട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു ഇഷ്യൂ ആണ് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അവരെ തമ്മിൽ അങ്ങോട്ട് അയാൾ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു മറ്റൊരാളോട് പോയി പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിൽ മൂന്നാമതൊരാളോട് പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഋതു തൻ്റെ 1-2 സുഹൃത്തുക്കളോട് ഇവരോടുള്ള വിരോധം വെളിപ്പെടുത്തിയതായിട്ടും നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് കണ്ടെത്താനും അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 1-2 സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള സാക്ഷിമൊഴികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു കുറ്റബോധം ഉള്ളതായിട്ട് നമ്മുടെ ആളുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ആൾക്ക് പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ടും നമ്മുടെ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിലും നമ്മുടെ പരിശോധനകളിലും ഒന്നും വെളിവായിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ലഹരിക്കുള്ള ചികിത്സ നേരത്തെ നൽകിയിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു താൽക്കാലിക ചികിത്സയായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അതിൽ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ആൾക്കില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. അല്ല, അത് ആൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രതികരണം ആൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ജീവനോടെ ഉണ്ട് എന്നുള്ള വിവരം ഋതുവിന് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പിന്നെ എല്ലാവരെയും തന്നെ അപായപ്പെടുത്താൻ ഉദ്ദേശിച്ച് തന്നെയാണ് ആ വീട്ടിലേക്ക് ചെന്നതെന്നുള്ളത് നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്തിട്ടും 3 പേരെ കൂട്ടക്കൊല ചെയ്തിട്ടും പ്രതിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ സംഭവത്തിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ ഈ ഋതുവിന് നേരെ വലിയ പ്രതിഷേധമുണ്ടായതാണ്. പിന്നീട് ഇയാളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ശ്രദ്ധയോടെയാണ് കരുതലോടെയാണ് ഈ ഒരു തെളിവെടുപ്പ് നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പുലർച്ചെ തെളിവെടുപ്പിന് എത്തിച്ചത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നോ പ്രതിക്ക് നേരെ ഉണ്ടായിരുന്നു തെളിവെടുപ്പിന്റെ സമയത്ത്? ഏറ്റവും ശരിക്കും പുലർച്ചെയാണ് ഇന്ന് തെളിവെടുപ്പിനായി ഋതുവിനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ടോം സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. മാത്രമല്ല കനത്ത സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് പോലീസ് എത്തിയത്. വലിയ സന്നാഹത്തോടു കൂടിയായിരുന്നു തെളിവെടുപ്പിന് ഋതുവുമായി പോലീസ് എത്തിയത്. ഈ ഒരു സാഹചര്യം നേരത്തെ ഈ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് വലിയ ജനരോഷമായിരുന്നു ഋതുവിന് നേരെ ഉണ്ടായത്. അത് പോലീസുകാർക്കും അതിൽ മർദ്ദനമേക്കേണ്ടി വന്നു, മാധ്യമപ്രവർത്തകർക്കും മർദ്ദനമേക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലോട് കൂടിയാണ് പോലീസ് ഇന്ന് തെളിവെടുപ്പിന്റെ സമയം അവർ കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നില്ല. വളരെ രാവിലെ തന്നെ ആയിരുന്നു തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു പോലീസ് അങ്ങനെ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ ഉണ്ടായ ജനരോഷം ഒന്ന് തടുക്കാൻ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലെന്നോണം പോലീസ് വളരെ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ഋതുവിനെ തെളിവെടുപ്പിനെത്തിച്ചത്.
ഇന്നത്തോടുകൂടി അതായത് നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. നാളെ ഉച്ചയോടുകൂടി ഋതുവിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറഞ്ഞത്. അതേസമയം തെളിവെടുപ്പ് നടത്തിയ ശേഷവും ഈ 3 പേര് മരിച്ച വീട്ടിലേക്ക് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പ് നടത്തിയ ശേഷവും ഋതുവിന് ഈ കാര്യത്തിൽ അതായത് കൊലപാതകം ചെയ്ത് ലെവലേശം കുറ്റബോധമില്ല എന്നുള്ള നിലപാട് തന്നെയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ജിതിൻ ബോസ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ ജിതിൻ ബോസ് രക്ഷപ്പെട്ടത് ഋതുവിന് നിരാശയുണ്ടാക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പോലീസുകാരോട് നടത്തിയിട്ടുള്ളത്. കസ്റ്റഡിയിലിരിക്കുമ്പോഴും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലും അത്തരം പ്രതികരണങ്ങളാണ് ഋതുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ വലിയ കൂട്ടക്കൊലപാതകം ചെയ്ത ശേഷവും ഒരു കുടുംബത്തിലെ അച്ഛനെയും അമ്മയും മകളെയും അതല്ലെങ്കിൽ 2 ചെറിയ മക്കളുടെ മുന്നിൽ വെച്ച് ഈ അവരുടെ രക്ഷകർത്താക്കളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷവും അയാൾക്ക് ലെവലേശം കുറ്റബോധമില്ല എന്നുള്ള തരത്തിൽ തന്നെ ആയിരുന്നു അയാളുടെ എല്ലാ മൂവ്മെന്റും എന്ന് തന്നെയാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രധാനമായും അതാണ് അയാളൊരു യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ഋതു ഇത്രയും വലിയ ക്രൂരകൃത്യം നടത്തി 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ടും യാതൊരു കുറ്റബോധവും പ്രതിക്ക് ഇതുവരെയും ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ഞാൻ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഉയർന്നു വന്ന കാര്യം ഈ പ്രതി ഋതുവിന് ചില മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണ്, ചികിത്സ തേടിയിരുന്നു. ഇതിനു മുൻപ് ലഹരി കേസിലടക്കം പിടിയിലായപ്പോഴും ഇതിന്റെ ആനുകൂല്യത്തിൽ ഈ മാനസിക രോഗിയാണെന്ന ആനുകൂല്യത്തിലാണ് ഇയാൾ പല കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നതെന്നൊക്കെ കേട്ടിരുന്നു. എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണോ? യാതൊരു വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഇയാൾക്ക് ഇല്ല എന്ന് തന്നെയാണോ പോലീസ് ഉറപ്പിക്കുന്നത്? ഉറപ്പായിട്ടും ടോം, കാരണം ലഹരിക്ക് അടിമയാണ് ഇയാൾ. ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് മുക്തി നേടാൻ ഡി അഡിഷൻ സെന്ററിൽ ഇയാളെ പാർപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡി അഡിഷൻ സെന്ററിൽ ലഹരി വിമുക്തിക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ അയാൾ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല. മാത്രമല്ല കസ്റ്റഡിയിൽ ഈ 5 ദിവസം കഴിയുന്നതിനിടയിൽ അത് നിരവധി തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിച്ചറിയേണ്ടതുണ്ട്. അത് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും അത് ഒരു പ്രൊസീജിയറാണ്. ആ ഒരു ഘട്ടത്തിലും പോലീസിന് അത്തരത്തിൽ ഇയാൾ അത്ര കടുത്ത മാനസിക പ്രശ്നമുള്ള ആളാണെന്നോ അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് പ്രശ്നമുള്ള ആളാണെന്നോ ഉള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഋതുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഋതുവിന് മാനസികാരോഗ്യമുള്ള ഒരാളൊക്കെ തന്നെയാണ്. സാധാരണ ഒരു മനുഷ്യനെ പോലെ തികച്ചും നോർമലായ ഒരാൾ തന്നെയാണ് ഋതു എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. നേരത്തെ ഉണ്ടായിരുന്നതും ഈ പറഞ്ഞതുപോലെ ലഹരിക്കടിമയായിട്ട് ലഹരിയിൽ നിന്ന് മുക്തി നേടാനുള്ള ഡി അഡിഷൻ സെന്ററിലുള്ള ചികിത്സ മാത്രമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ വീട്ടുകാർ ഇയാൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് എന്ന് കാണിച്ചാണ് നേരത്തെ ഇയാൾ നടത്തിയിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇയാളെ രക്ഷപ്പെടുത്തി പോന്നിരുന്നത്. നേരത്തെ 5 ക്രിമിനൽ കേസോളം ഇയാളുടെ പേരിലുണ്ട്. അത് ഈ ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. അത്തരം കേസുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിൽ പോലീസ് നിരീക്ഷണത്തിൽ ഇയാൾ വരാതിരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഇയാളൊരു മാനസികാരോഗ്യത്തിന് പ്രശ്നമുള്ള ആളാണ്, മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ് എന്നുള്ള ഒരു ധാരണ ഋതുവിൻ്റെ പാരൻസ് പോലീസിന് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഋതുവിൻ്റെ പാരൻസ് ആ ഒരു തന്ത്രം പ്രയോഗിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഋതുവിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഓരോ ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള ഓരോ പോലീസിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി വളരെ സ്വാഭാവികമായി വളരെ അവധാനതയോടുകൂടി പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ഋതുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഋതു ഒരു സാധാരണ മനുഷ്യനെ പോലെ ക്വസ്റ്റ്യൻ ചെയ്യലിനോടായാലും അതല്ലെങ്കിൽ പോലീസ് നടപടിക്രമങ്ങളോട് ആയാലും ഒക്കെ സഹകരിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിലാണ് പ്രതി ഋതുവിനെ പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു തെളിവെടുപ്പ് നടന്നത്.